ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കോഴ്സ് വരുന്നത് ഏതാണ്? അർഥമാറ്റിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞ കോഴ്സിന്റെ മൊഡ്യൂൾ 1 പാർട്ട് 2 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ മൊഡ്യൂൾ 1 ആക്ച്വലി 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 9ഉം 10ഉം പറഞ്ഞിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിന് പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, അതിലെങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ ഭാഗത്തിനും മാർക്ക് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാക്കിംഗ് ത്രൂ ദ 6 പ്രോബ്ലം സോൾവിംഗ് സ്റ്റെപ്പ് to find the largest number about 3 numbers. അപ്പോൾ 3 നമ്പേഴ്സ് വേണം. ആ 3 നമ്പേഴ്സിൽ അതിലത്തെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സ്റ്റെപ്സ്, അതായത് 6 സ്റ്റെപ്സ് ആണ് ഉള്ളത്, അതിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതിനൊക്കെ എങ്ങനെയൊക്കെയാണ് മാർക്ക് എന്നുള്ള കേസാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഗോൾ എന്താണ്? നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ ഗോൾ എന്താണ്? പ്രോബ്ലത്തിന്റെ ഗോൾ നമുക്ക് 3 നമ്പേഴ്സ് ആണുള്ളത്. ആ 3 നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? എ ബി സി എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുക. പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 1 മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ എമംഗ് 3 ഗിവൺ നമ്പർ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് എന്തിൽ വരുന്നത്? പ്രോബ്ലം ഡെഫിനിഷനിൽ വരുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് പ്രോബ്ലം അനാലിസിസ് ആണ്. പ്രോബ്ലം അനാലിസിസിൽ എന്താണ്? 2 മാർക്കാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രോബ്ലം അനാലിസിസിൽ വരുന്നത്. അപ്പം പ്രോബ്ലം അനാലിസിസ് എങ്ങനെയാ വരുന്നത്? അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? 3 ഇൻപുട്ട് വേണം. അപ്പൊ 3 ഇൻപുട്സ് ആണ്. അതിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തു? എ ബി സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്താ വേണ്ടത്? ദ ലാർജസ്റ്റ് നമ്പർ ആണ് നമുക്ക് എന്താ വേണ്ടത്? ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. അതായത് ഈ സ്റ്റെപ്പിൽ ക്ലിയർലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വാട്ട് വി ആർ സോൾവിങ്, എന്താണ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്ത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? പ്രോബ്ലത്തെ അനലൈസ് ചെയ്യുക. അതിനാണ് നമുക്ക് എന്ത് വരുന്നത്? 2 മാർക്ക് വരുന്നത്. അപ്പൊ പ്രോബ്ലത്തിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? 2 മാർക്സ് വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യുന്നത്? വി ഹാവ് 3 ഇൻപുട്സ്, എ ബി സി, എ ബി ആൻഡ് സി എന്ന് പറഞ്ഞിട്ട് 3 ഇൻപുട്സ് ഉണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? വി മസ്റ്റ് കമ്പയർ ദ 3 വാല്യൂസ്. നമുക്ക് എന്ത് ചെയ്യണം? 3 വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആൻഡ് വാട്ട് കമ്പാരിസൺ ആർ നീഡഡ്? അതിൽ നമ്മൾ കമ്പാരിസൺ എങ്ങനെയാണ് നീഡഡ്? നമുക്ക് അവിടെ ലോജിക്കൽ കണ്ടീഷൻ ആണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ലോജിക്കൽ കണ്ടീഷൻ എയും ബിയും നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് എയും സിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് എ ആണോ ലാർജസ്റ്റ് എന്ന് നോക്കി. അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടീഷനെ യൂസ് ചെയ്യുന്നത് ഇഫ് എൽസ് കണ്ടീഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എൽസ് ബിയും എയും തമ്മിൽ എന്ത് ചെയ്തു? നമ്മൾ കമ്പയർ ചെയ്തു. ബിയും സിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. ബി ആണോ? ബി ഈസ് ലാർജസ്റ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്തു? സി ആയിരിക്കും ലാർജസ്റ്റ്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? ഇതിൽ വരുന്ന നമ്മൾ കമ്പയർ ചെയ്യുന്നത് 3 വാല്യൂസിന്, 3നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ഇവിടെ ഇതിൽ എന്താ വരുന്നത്? ഹിയർ വി എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ദ പ്രോബ്ലം ഇൻ ടു ലോജിക്കൽ ഡിസിഷൻ മേക്കിങ്ങിൽ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്യാണ് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗോരിതം ഡിസൈൻ ചെയ്യുക. അൽഗോരിതം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? 2 മാർക്സ് ആണ് എന്ത് ചെയ്യുന്നത്? അൽഗോരിതം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അൽഗോരിതം എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ള അൽഗോരിതം ആണ്? ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. ഇതിലുള്ള 3 നമ്പേഴ്സിൽ നിന്ന് ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അൽഗോരിതത്തിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? കൊടുക്കുന്ന വാല്യൂസ് റീഡ് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റീഡ് എ കോമ ബി കോമ സി എന്ന് കൊടുത്തു. എന്നിട്ട് ഇഫ് എൽസ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഈ 3 വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇഫ് എ
എയും ബിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. അതിനുശേഷം എയും സിയും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പൊ എ ആണ് വലുത് എന്നുള്ളതാണെങ്കിൽ എന്ത് വേണം? പ്രിന്റ് നമുക്ക് ഏത് വരണം? എ ആണ് പ്രിന്റ് ചെയ്ത് വരണത്. ഇനി അതല്ല, ആ കണ്ടീഷൻ ഫോൾസ് ആയെന്ന് വിചാരിക്കുക. ഫോൾസ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് വേണം. അപ്പൊ എന്താണ്? ബിയും എയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ബി ആണോ വലുത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. അതിനുശേഷം ബിയും സിയും തമ്മിൽ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുന്ന സമയത്ത് ബി ആണോ വലുത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രിന്റ് ചെയ്യണം. അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടുമല്ല, ഇതൊക്കെ ഈ കണ്ടീഷൻ ഒക്കെ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്രിന്റ് സി എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്ത് വരണം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺവേർട്ട് തിങ്കിങ് എന്നിലോട്ട് സ്ട്രക്ചറിലോട്ട്, അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റെപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം? ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ റെപ്രസെന്റേഷനിലോട്ട്. അതിനാണ് എന്ത് വരുന്നത്? 1 മാർക്ക് വരുന്നത്. അപ്പോൾ ഫ്ലോ ചാർട്ടിന് അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടില്ല? വരയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് എ കോമ ബി കോമ സി കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുക? നമ്മൾ ഡിസിഷൻ ബോക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്തു. ആ ലാർജസ്റ്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേയും കാര്യങ്ങളും ചെയ്തു. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്ലോ ചാർട്ട് യൂസ് ചെയ്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? വിഷ്വലി നമുക്ക് ആ അൽഗോരിതത്തിന്റെ ലോജിക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ആണ്. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് പൈത്തൺ പ്രോഗ്രാം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് എന്താണ്? 2 മാർക്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 3 ഇൻപുട്സ് കൊടുക്കണം. 3 ഇൻപുട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത്? ഓരോ വേരിയബിളിലോട്ടും എന്ത്? വാല്യൂസിന് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? A is equal to input, user input കൊടുക്കണം. അപ്പോൾ A is equal to int input of enter the first number കൊടുത്തു. Then നമ്മൾ എന്ത് ചെയ്തു? B is equal to int input of enter second number കൊടുത്തു. Then നമ്മൾ എന്ത് കൊടുത്തു? int input of enter 3 number കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്താ ഇവിടെ യൂസ് ചെയ്യുന്നത്? if, elif, else സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എയും ബിയും തമ്മിൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി ആണെന്നുണ്ടെങ്കിൽ, എ ആണ് ഇവിടെ വലുത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പ്രിന്റ് ചെയ്ത് വരണം. എന്ത്? എ ആണ്, എയിലുള്ള വാല്യൂ ഇവിടെ വരണം. എയിൽ എന്ത് വാല്യൂ ആണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിവിടെ വരണം. ലാർജസ്റ്റ് നമ്പർ ഈസ് എയിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ട് വരണം. Then നമ്മൾ ഇലിഫ് ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇലിഫ് ആണെന്നുണ്ടെങ്കിൽ ബിയും എയും തമ്മിൽ കമ്പയർ ചെയ്യും, ബിയും സിയും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പൊ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ബി ആണ് വലുത്. ബിയിൽ വന്നിരിക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ബിയിലത്തെ വാല്യൂ ആണ്, യൂസർ കൊടുത്തിട്ടുള്ള ബിയിലത്തെ വാല്യൂ ആണ് വലുത് എന്നുണ്ടെങ്കിൽ ബി ആയിരിക്കണം. എന്തായിരിക്കണം? ബി ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് വരണം. അപ്പോൾ പ്രിന്റ് ലാർജസ്റ്റ് നമ്പർ ഈസ് ബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എൽസ് ഇതൊന്നുമല്ല, എയും ബിയും അല്ല നമ്മളുടെ വലുത്, ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എൽസ് എന്ത് വരണം? ലാർജസ്റ്റ് നമ്പർ ഈസ് സി എന്ന് പറഞ്ഞിട്ട് വരണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ പൈത്തൺ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പ് എന്തിനു വേണ്ടിയിട്ട്? അൽഗോരിതത്തിന് നമുക്കൊരു വർക്കിംഗ് പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇംപ്ലിമെന്റേഷൻ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് കിടക്കാം. ഇനി 6th സ്റ്റെപ്പാണ്. 6th സ്റ്റെപ്പ് എന്താണ്? ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ ആണ്. ടെസ്റ്റിംഗ് വെരിഫിക്കേഷൻ ആണ് എന്ത് പറയുന്നത്? 1 മാർക്ക് വരുന്നത്. ഇതെന്ന് പറയുന്നത് ടെസ്റ്റ് കേസ് ഇപ്പൊ വിചാരിക്കുക, നമ്മൾ എ ബി സി ഇൻപുട്ട് ആയി കൊടുത്തിരിക്കുന്നത്. എക്ക് നമ്മൾ 10 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, ബിക്ക് നമ്മൾ 25 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, സിക്ക് നമ്മൾ എന്താണ് 50 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ? ഇതിനെല്ലാം കമ്പയർ ചെയ്തിട്ട് നമുക്ക് വരെ ലാർജസ്റ്റ് നമ്പർ ഏതായിരിക്കും? 25 ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ദിസ് കൺഫേം ദ കറക്റ്റ്നെസ് ഓഫ് ദ അൽഗോരിതം. അൽഗോരിതത്തിന്റെ കറക്റ്റ്നെസ്സും കാര്യങ്ങളും ആണ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്.
അപ്പോൾ ഇവിടെ എന്താണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര 6 സ്റ്റെപ്സ് ആണ് എന്ത് ചെയ്യുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. ആ 6 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാമിനെ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാമിലെ അൽഗോരിതം ഡിസൈൻ ചെയ്യുന്നു, ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡിസൈൻ ചെയ്ത അൽഗോരിതത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചെയ്തിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നു, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെസ്റ്റിംഗ് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് ഒരു പ്രോബ്ലത്തിന് സിസ്റ്റമാറ്റിക് വേ കൂടെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മളുടെ മൊഡ്യൂൾ 1 9 മാർക്സിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യന് നമ്മൾ പാർട്ട് എയും പാർട്ട് ബി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോ യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 10th A question എന്താണ്? Your professor has given you an assignment on arithmetic thinking to be submitted by this Wednesday. How do you employ means and analysis to devise a strategy for completing your assignment before the deadline? അപ്പോൾ എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ടു മീൻ അനാലിസിസ് ആണ്. എൻഡ് ടു മീൻ അനാലിസിസ് ആണ്. നമുക്ക് പ്രൊഫസർ ഒരു അസൈൻമെന്റ് തന്നു, അരിത്തമാറ്റിക് തിങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസൈൻമെന്റ് തന്നു. അതിന് നമുക്ക് എന്നാ സബ്മിറ്റ് ചെയ്യേണ്ടത്? വെനസ്ഡേ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? എൻഡ് മീൻസ് എൻഡ് അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻഡ് മീൻ അനാലിസിസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാം എന്നുള്ള കേസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ രണ്ടിനും കമ്പയർ ചെയ്യുന്നു. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? വി ക്യാൻ compare the current state with the goal state. നമ്മളുടെ current stateും goal stateും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ടേക്ക് ആക്ഷൻ. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ഷൻ ടേക്ക് ചെയ്യുക. എന്നിട്ട് ടു റെഡ്യൂസ് ദ ഡിഫറൻസ്, ആ ഇതിന്റെ ഡിഫറൻസും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്യും. അതിന് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ഗോൾ സ്റ്റേറ്റിന് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 മാർക്കാണ് വരുന്നത്. അപ്പൊ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? അസൈൻമെന്റ് നോട്ട് സ്റ്റാർട്ടഡ്. നമ്മൾ അസൈൻമെന്റോ കാര്യങ്ങളോ ഒന്നും തമ്മിൽ എന്ത് ചെയ്തിട്ടില്ല? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഗോൾ സ്റ്റേറ്റ് എന്താണ്? അസൈൻമെന്റ് സബ്മിറ്റഡ് ബിഫോർ വെനസ്ഡേ ഡെഡ്ലൈൻ. നമുക്ക് വെനസ്ഡേയുടെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? അസൈൻമെന്റും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റേജ് എന്താ? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫറൻസ്. ഈ ഡിഫറൻസിനെ ഐഡന്റിഫൈ ചെയ്യുക. അതിനാണ് 1 മാർക്ക്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് എന്താണ്? നോട്ട് ഡൺ. നമ്മളുടെ റിസർച്ചോ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. കോഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കോഡിങ് നോട്ട് കംപ്ലീറ്റഡ്. പിന്നെ എന്താണ്? റൈറ്റിംഗ് ആൻഡ് റിവ്യൂ പെൻഡിങ്. നമ്മൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. അപ്പോ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സബ് ഗോൾ ഫോർമേഷൻ ആണ്. സബ് ഗോൾ ഫോർമേഷൻ എന്ന് പറയുന്നത് 1 മാർക്കാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് അസൈൻമെന്റ് റിക്വയർമെന്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് ഇൻടു നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഗോളിനെ നമ്മൾ എന്താണ്? സ്മോൾ പാർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡിവൈഡ് ഇൻടു ഡെയിലി ടാസ്ക് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അലോക്കേറ്റ് ടൈം ഫോർ കോഡിങ്, റൈറ്റിംഗ് ആൻഡ് റിവിഷൻ. ഇതിന് വേണ്ടിയിട്ട് ടൈം നമ്മൾ എന്ത് ചെയ്യുക? അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രേക്ക് ദ ടാസ്ക് ഇൻടു സ്മോളർ ഗോൾസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊടുക്കും. എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് അസൈൻമെന്റ് റിക്വയർമെന്റ്സും കാര്യങ്ങളും അതിന് റിക്വയർമെന്റ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നമ്മൾ മനസ്സിലാക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഡെയിലി ടാസ്ക് പെർഫോം ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ടൈം കോഡിങ്ങിനും റിവിഷനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യും. ഇനി 4th സ്റ്റെപ്പ് ആണ് എന്ത് വരുന്നത്? ആക്ഷൻ. അതായത് മീൻസ് അല്ലെങ്കിൽ ആക്ഷൻ ടു റെഡ്യൂസ് ഗ്യാപ്പ്. അതെന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് 4th സ്റ്റെപ്പ് വരുന്നത്. ഇതിനാണ് 1 മാർക്ക് വരുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഡേ 1 നമ്മൾ എന്ത് ചെയ്യുന്നു? ടോപ്പിക്സും അതേപോലെ തന്നെ ഇത് ഡേയും ഇത് എന്താണ്? ടാസ്കും ആണ് വരുന്നത്. അപ്പൊ ഡേ 1 നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റഡി
ടോപ്പിക്സ് ആൻഡ് കളക്ട് മെറ്റീരിയൽ. നമ്മൾ പഠിക്കും, അതിനോടൊപ്പം തന്നെ കളക്ട് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു. പിന്നെ അൽഗോരിതം കോഡും നമ്മൾ റൈറ്റ് ചെയ്യും. സെക്കൻഡ് ദിവസം നമ്മൾ എന്ത് ചെയ്യും? അൽഗോരിതം കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്യും. ദെൻ തേർഡ് ഡേ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ റിവ്യൂവും സബ്മിറ്റും ചെയ്യുന്നു, അസൈൻമെന്റ് സബ്മിറ്റും ചെയ്യുന്നു. ഇതാണ് ഏത് വരുന്നത്? നമ്മളുടെ ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത്. അതിനെയായിരുന്നു എന്തെന്ന് പറയുന്നത്? മീൻ എൻഡ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനെ സബ് പ്രോബ്ലം ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മീൻ എൻഡ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബി ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നെയിം 2 current problems in your life that might to be solved through a heuristic approach. Explain why each of these problems can be solved using heuristics എന്ന് വെച്ചിട്ട്. ആ ഹെറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ റിയൽ ലൈഫുമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പൊ എന്താണ് ആദ്യം അറിയേണ്ടത്? ഹെറിസ്റ്റിക്സ് എന്താണെന്നുള്ള കേസാണ് നമ്മൾ ഉണ്ട്. ഹെറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു റൂൾ ഓഫ് തമ്പ് ആണ്. എന്തെന്ന് പറയുന്നത്? ഹെറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഹെറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് ഗീവ് എ ക്വിക്ക് സൊല്യൂഷൻ. ആ ഒരു പെട്ടെന്നുള്ള ഒരു സൊല്യൂഷനും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. നോട്ട് നെസസറിലി പെർഫെക്റ്റ്. ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? ഹെറിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഹെറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി രണ്ട് പ്രോബ്ലം. ദ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ചൂസിങ് ദ ഫാസ്റ്റസ്റ്റ് റൂട്ട് ടു കോളേജ്. അത് 2 മാർക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് കോളേജിലേക്കുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഹെറിസ്റ്റിക് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ദ റൂട്ട് വിത്ത് ലെസ് ട്രാഫിക് ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ ഇന്നലെ പോയ സമയത്ത് ട്രാഫിക് കുറവായിരുന്നു. ഗൂഗിൾ മാപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ട്രാഫിക് കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്താ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കും കാര്യങ്ങൾ വെച്ച്. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ എത്തിയ സമയത്തായിരിക്കും എന്തുണ്ടാവുക? അവിടെ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാക്കാം. അപ്പൊ പെർഫെക്റ്റ്ലി അത് ഓക്കെ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? മുന്നത്തെ ഒരു എക്സ്പീരിയൻസ്, പ്രീവിയസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ നമ്മൾ എന്തെടുത്തു? ഒരു ഡിസിഷനും കാര്യങ്ങളും നമ്മൾ എടുത്തു. പക്ഷെ വൈ ഹെറിസ്റ്റിക് എന്ന് വെച്ചാൽ എക്സാക്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ട്രാഫിക് കണ്ടീഷൻസ് കാനോട്ട് ബി പ്രെഡിക്റ്റഡ്. നമുക്ക് കണ്ടീഷനോ കാര്യങ്ങളോ ഇപ്പൊ പെട്ടെന്ന് ട്രാഫിക് ഉണ്ടാവോ ഇല്ലേ എന്നുള്ള കേസ് നമുക്ക് പ്രെഡിക്റ്റ് അല്ല. പക്ഷെ എക്സ്പീരിയൻസ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? മോർ ഫാസ്റ്റർ ആക്കാം. ആ ഡിസിഷനെ കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്താണ്? സ്റ്റഡിങ് ഫോർ ആൻ എക്സാം വിത്ത് ലിമിറ്റഡ് ടൈം. നമുക്ക് കുറച്ചു ടൈമിനുള്ളിൽ എങ്ങനെ എക്സാം സ്റ്റഡി ചെയ്യാം എന്ന്. ഹെറിസ്റ്റിക് മെത്തേഡ് എന്താ പറയുന്നത്? സ്റ്റഡി ഇമ്പോർട്ടൻറ്റ് ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് മുന്നേ പ്രീവിയസ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മളുടെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് എന്നുള്ള കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റഡി ചെയ്യാം. അപ്പൊ എന്താണ് വൈ ഹെറിസ്റ്റിക് എന്ന് പറയുന്നത്? സിലബസ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട്? ടൈം ഈസ് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്കോർ ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്? രണ്ട് നമ്മൾ റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ പ്രോബ്ലം. അതിനെ ഹെറിസ്റ്റിക് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ 10ാമത്തെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് വരുന്നത്. നമുക്ക് മൊഡ്യൂൾ 1 നിന്ന് ബി പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കേസൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.